ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. വല്ലപ്പുഴയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നു. ഇതിനായുള്ള ടെൻഡർ ക്ഷണിച്ചു. ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയ്ക്ക് കുറുകെയാണ് ചെർപ്പളശ്ശേരി പട്ടാമ്പി പാത കടന്നുപോകുന്നത്. ഇവിടെ ഗതാഗത കുരുക്ക് ഏറിയതോടെയാണ് മേൽപ്പാലം എന്ന ആവശ്യമുയർന്നത്. നിലമ്പൂർ റെയിൽപാത നവീകരണത്തിനും ദീർഘിപ്പിക്കുന്നതിനും റെയിൽവേ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ വർദ്ധിക്കുന്നതോടെ റോഡ് ഗതാഗതം സ്തംഭിക്കാനിടയുണ്ടെന്ന സാഹചര്യത്തിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിനായുള്ള സ്ഥലം ഏറ്റെടുത്തു. റെയിൽവേ ലൈനിന് മുകളിലുള്ള ഭാഗം മാത്രം റെയിൽവേ നേരിട്ടാണ് നിർമ്മിക്കുക. പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ വല്ലപ്പുഴ ടൗണിൻ്റെ സമഗ്ര നവീകരണത്തിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നും മുഹമ്മദ് മൂസൻ MLA അറിയിച്ചു. മണ്ഡലത്തിലെ മറ്റു മേൽപ്പാലമായ വാടാനംകുറിശി പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. കൊടുമുണ്ട പാലത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും മുഹമ്മദ് മൂസൻ MLA അറിയിച്ചു. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയുള്ളത് വല്ലപ്പുഴ മേൽപ്പാലത്തിന് അതിന്റെ നിർമ്മാണത്തിന് ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. ആ ടെൻഡർ 27-ാം തീയതിയാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ സ്ഥലയേറ്റെടുപ്പിന് പൂർത്തീകരിച്ച് അതിന്റെ ടെൻഡർ നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ആ വല്ലപ്പുഴ മേൽപ്പാലം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഈ വല്ലപ്പുഴ ടൗണിന്റെ നവീകരണം കൂടി രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ ഘട്ടത്തിൽ വല്ലപ്പുഴ ടൗണിന്റെ നവീകരണം കൂടി ഉണ്ടാവും. ആദ്യഘട്ടത്തിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നതാണ്. വാടനാംകുറിശി മേൽപ്പാലം, കൊടുമുണ്ട മേൽപ്പാലം, അതുപോലെ തന്നെ വല്ലപ്പുഴ മേൽപ്പാലം, ഈ 3 മേൽപ്പാലത്തിനും ഫണ്ട് വച്ചിരുന്നു. അതിൽ വാടനാംകുറിശി കുറച്ച് ഡിലേ വന്നിരുന്നു. അതൊക്കെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. കൊടുമുണ്ട സ്ഥലമേറ്റെടുപ്പ് നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.